Om Namah Shivaya children, good morning. Last week we have learned about the uses of magnet and where all we use magnet, and we have learned about the how to pick up iron from the waste using a magnet. Today we are going to learn about how magnets were discovered. Okay, എങ്ങനെയാണ് മാഗ്നറ്റ് ഡിസ്കവേർഡ് ചെയ്തത്, ആരാന്ന് ചെയ്തത്, എങ്ങനെയാണ് മാഗ്നറ്റ് എന്നുള്ള പേര് വന്നത്? പണ്ട് കാലത്തൊരു, അതായത് ഏൻഷ്യൻ്റ് ഗ്രീസിൽ ഒരു ഷെഫേർഡ് എന്ന് പറഞ്ഞാൽ ആടിനെയും പശുക്കളെല്ലാം മേയിച്ച് കൊണ്ടുവന്ന ആളാണ് ഷെഫേർഡ്. മാഗ്നസ് എന്ന് പറഞ്ഞൊരു ആൾ ഉണ്ടായിരുന്നു, ഷെഫേർഡ് മാഗ്നസ്. അയാളുടെ പേരെന്തായിരുന്നു? മാഗ്നസ്, ഹു ലിവ്ഡ് ഇൻ ഏൻഷ്യൻ്റ് ഗ്രീസ്. അയാളെ പശുക്കളെയല്ല, ഷീപ്പിനെയും ഗോഡ്സിനെയും അയാൾ മേയിച്ച് കൊണ്ടുപോകാറുണ്ടായിരുന്നു. മൗണ്ടനിൽ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ അയാളെ കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കിൻ്റെ ഒരറ്റത്ത് ഒരു അയൺ പീസ് ഉണ്ടായിരുന്നു. സ്റ്റിക്കിൻ്റെ ഒരറ്റത്ത് ഒരു അയൺ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അയാൾ ആ സ്റ്റിക്ക് ഇങ്ങനെ കുത്തി നടക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്കത് സ്റ്റിക്ക് വലിച്ചെടുക്കാൻ പറ്റിയില്ല. കുത്തിയപ്പോൾ തിരിച്ച് വലിച്ചെടുക്കാൻ പറ്റിയില്ല. ഒരു മൗണ്ടൻ്റെ മേലെ കുത്തിയതായിരുന്നു. അപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റിയില്ല, മൗണ്ടൻ്റെ മേലെ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ സ്റ്റിക്കിൻ്റെ അറ്റം ആ കല്ലുമ്മൽ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ അയാൾ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ആ കല്ല് എന്തായിരുന്നു? ദാറ്റ് റോക്ക് വാസ് എ നാച്ചുറൽ മാഗ്നറ്റ്. That rock was a natural magnet, and it attracted the iron tip of the shepherd's stick. ആ റോക്ക് നാച്ചുറൽ മാഗ്നറ്റ് ആയത് കാരണം ആ സ്റ്റിക്കിൻ്റെ അടിയിൽ ഉള്ള അയണിനെ ആ റോക്ക് വലിച്ചെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് അയാൾ കണ്ടുപിടിച്ചത് ആ മാഗ്നറ്റ്. അപ്പോൾ അതൊരു നാച്ചുറൽ മാഗ്നറ്റ് ആണ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദിസ് ഈസ് ഹൗ നാച്ചുറൽ മാഗ്നറ്റ്സ് വെർ ഡിസ്കവേർഡ്. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയാണ് നാച്ചുറൽ മാഗ്നറ്റ് കണ്ടുപിടിച്ചത്. ആ റോക്കിന് എന്നാ പേര് കൊടുത്തത്? മാഗ്നറ്റൈറ്റ്. MAGNETITE, മാഗ്നറ്റൈറ്റ് എന്ന പേര് കൊടുത്തു. അത് എങ്ങനെയാണ് മാഗ്നറ്റൈറ്റ് എന്ന പേര് വന്നത്? ഇയാളെ പേരെന്തായിരുന്നു? മാഗ്നസ്. അപ്പോൾ ആ മാഗ്നസിന് തുടർച്ചയായിട്ട് ആ പേര് വെച്ചിട്ടാണ് മാഗ്നറ്റൈറ്റ് എന്ന പേര് ആ നാച്ചുറൽ മാഗ്നറ്റിന് കൊടുത്തത്. മാഗ്നറ്റൈറ്റിൽ എന്തായിരുന്നു? കണ്ടെയ്ൻസ് അയൺ. മാഗ്നറ്റൈറ്റ് കണ്ടെയ്ൻസ് അയൺ. ഇറ്റ് ഈസ് ഫുൾ ഓഫ് അയൺ. സം പീപ്പിൾ ബിലീവ് ദാറ്റ് മാഗ്നറ്റൈറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് അറ്റ് എ പ്ലേസ് കോൾഡ് മഗ്നീഷ്യ. ചിലവർ വിശ്വസിക്കുന്നത് ആ മഗ്നീഷ്യ എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് മാഗ്നറ്റൈറ്റ് എന്നുള്ള പേരിട്ടത്. അപ്പോൾ ദ സബ്സ്റ്റൻസസ് ഹാവിങ് ദ പ്രോപ്പർട്ടി ഓഫ് അട്രാക്റ്റിംഗ് അയൺ ആർ നോൺ ആസ് മാഗ്നറ്റ്. അങ്ങനെയാണ് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി എന്താ വന്ന്? ദ സബ്സ്റ്റൻസ് ഹാവിങ് ദ പ്രോപ്പർട്ടി ഓഫ് അട്രാക്റ്റിംഗ് അയണിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് മാഗ്നറ്റൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് എ മാഗ്നറ്റ്. ഇതാണ് ഇതിൻ്റെ കഥ. In any case, people now have discovered that certain rocks have the property of attracting pieces of iron. The story about magnets. Now we all wonder about the origin of magnets. A story goes that there was a shepherd named Magnes in Greece. Legend has it that Magnes was herding his sheep in an area of Greece called Magnesia some 4,000 years ago. Suddenly, the stick that he carried to herd his sheep got stuck to a large black rock on which he was standing.
Now the rock was a natural magnet and it attracted the iron tip of the shepherd's stick. It is believed that this is how magnets were discovered. Some such rocks are given the name magnetite after the shepherd. People believed that there were whole islands of a magnetic nature that could attract ships because they were made of iron. They also found that small pieces of such rocks had special properties. These naturally occurring materials were named magnets. With time, the process of making magnets artificially was discovered. These man-made magnets are known as artificial magnets. Artificial magnets can be made in many shapes to suit different needs. Examples of man-made magnets are bar magnet, horseshoe magnet, and cylindrical magnet. അങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഒരു റോക്കിന് ഒരു അയണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്ന്. ഓൾസോ ദേ ഫൗണ്ട് ദാറ്റ് സ്മോൾ പീസസ് ഓഫ് ദീസ് റോക്സ് ഹാവ് സം സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്. ആ റോക്കിന് കുറച്ച് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. എന്ന പ്രോപ്പർട്ടി അയണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റോക്കിനെയാണ് നാച്ചുറൽ മാഗ്നറ്റും അത് നാച്ചുറലി ഒക്കറിങ് മെറ്റീരിയലായിട്ട് അറിയപ്പെടുന്നത് മാഗ്നറ്റ് എന്നുള്ള പേരിൽ. ആ പിന്നീട് ഇത് ലേറ്റർ ഓൺ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് മാഗ്നറ്റ്സ് പിന്നെ മാഗ്നറ്റ് ഉണ്ടാക്കേണ്ട ആ പ്രോസസ്സിൽ എന്താ ചെയ്യുക, ഒരു പീസ് ഓഫ് ഒരു അയൺ പീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാഗ്നറ്റായിട്ട് മാറ്റിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെയാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുക. ലേറ്റർ ഓൺ ദ process of making magnets from pieces of iron was discovered. These are known as artificial magnets. അതിനെയാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. Nowadays artificial magnets are prepared in different shapes. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് പല ഷേപ്പിൽ കാണപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബാർ മാഗ്നറ്റ് രൂപത്തിൽ, ഹോഴ്സ് ഷൂ എന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ ചവിട്ടിട്ട് കയറുന്നൊരു സംഭവമുണ്ട്. അത് ആ ഒരു ഷേപ്പിലാണ് ഹോഴ്സ് ഷൂ പറയുന്നത്. ആ ഷേപ്പിലുണ്ട് മാഗ്നറ്റ്. സിലിണ്ട്രിക്കൽ ഷേപ്പിലുണ്ട്, ബോൾ എൻഡഡ് ഷേപ്പിലുണ്ട്, പലതരത്തിൽ മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1 അത് വീട്ടിൽ ചെയ്ത് നോക്ക്, ശരിയാവുന്നുണ്ടോ നോക്കാം. ടേക്ക് എ പ്ലാസ്റ്റിക് ഓർ പേപ്പർ കപ്പ്. പേപ്പർ കപ്പ് എല്ലാവരും വീട്ടിലുണ്ടാവും. ഒരു പേപ്പർ കപ്പ് എടുക്കുക. Fix it on a stand with the help of a clamp. ഒരു ക്ലാമ്പിൻ്റെ മേലെ അതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ സൗകര്യം ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ ലാബിലെല്ലാം ചെയ്യുന്നൊരു ക്ലാമ്പിൽ പെൻഡുലം എല്ലാം തൂക്കുന്ന അങ്ങനത്തെ ഒരു ക്ലാമ്പിൽ തൂക്കിയിടുക കപ്പിന്. അതിൻ്റെ ഉള്ളിലൊരു മാഗ്നറ്റ് ഇടുക. പ്ലേസ് എ മാഗ്നറ്റ് ഇൻസൈഡ് ദ കപ്പിൻ്റെ ഉള്ളിലൊരു മാഗ്നറ്റ് വെക്കുക. കവർ ഇറ്റ് വിത്ത് എ പേപ്പറിനെ കൊണ്ട് കവർ ചെയ്യുക. ആ മാഗ്നറ്റ് കവർ ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് കവർ ചെയ്യുന്നത്? ആ മാഗ്നറ്റ് കാണാണ്ടിരിക്കാൻ. അതൊരു മാജിക് പോലെയാണ് ചെയ്യുന്നത്. നമ്മൾ മാഗ്നറ്റ് കാണാൻ വെക്കുക വിധത്തിൽ അതിനെ കവർ ചെയ്ത് വെക്കുക. അറ്റാച്ച് എ ത്രെഡ് ടു എ ക്ലിപ്പ് മെയ്ഡ് ഓഫ് അയൺ. അറ്റാച്ച് എ ത്രെഡ് ടു എ ക്ലിപ്പ്. ഒരു പേപ്പർ ക്ലിപ്പെല്ലാം കിട്ടൂലേ, അതിൻ്റെ ഒരറ്റത്ത് ഒരു നൂല് കെട്ടിയിടുക. അതിൻ്റെ മറ്റേ അറ്റം സ്റ്റാൻഡിൻ്റെ, അതായത് ഈ ക്ലാമ്പിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാവില്ലേ, ആ സ്റ്റാൻഡിന്മേൽ കുടുക്കിയിടുക, ഫിക്സ് ചെയ്ത് വെക്കുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദ ത്രെഡ് ഷുഡ് ബി ഷോർട്ട്. അത് ചെറുതായിരിക്കണം. ആ ത്രെഡ് ഷോർട്ടായിരിക്കണം, ചെറുതായിരിക്കണം. ബ്രിങ് ദ ക്ലിപ്പ് നിയർ ദ ബേസ് ഓഫ് ദ കപ്പ്.
ആ ക്ലിപ്പിനെ കപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. കുറച്ച് കഴിഞ്ഞാൽ വന്നാൽ കാണുമോ, ദ ക്ലിപ്പ് ഇസ് റേസ്ഡ് ഇൻ എയർ വിത്തൗട്ട് സപ്പോർട്ട്. ആ ഫിഗർ 13.5 നിങ്ങൾ നോക്കുക. അതിൻ്റെ അകത്ത് ആ ക്ലിപ്പും നൂലും സ്ട്രെയിറ്റ് നിൽക്കുന്നുണ്ട്. സാധാരണ നൂല് നേരെ നിൽക്കുക ഇല്ല. എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ആ ക്ലിപ്പ് ഒരു അയൺ പീസാണ്. അയൺ പീസ് കപ്പിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് നേരെ നിൽക്കുന്നത്. അപ്പോൾ അതൊരു മാജിക് പോലെ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയെല്ലാം മതി. താങ്ക് യു.